അതാ വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ വിഷയം. നരകം നമുക്ക് വലിയ വിഷയമാണ്. അവിടെ പോകരുത്, അവിടെ പോകാൻ അവസരം ഉണ്ടാകരുത്. എന്തിന് ഒരു ഇഞ്ച് നിര്യാണിയുടെ താഴ്ത്തി ഉടുത്തോണ്ട് എന്തെങ്കിലും നേട്ടണ്ടോ? കോട്ടമുണ്ട് സ്വർഗം. അത് നഷ്ടം, അത് നഷ്ടം. അല്ല നോക്കൂലാൻ, അള്ളോനോട് മിണ്ടൂലാൻ, അള്ളോനെ സംസ്കരിക്കൂലാൻ. അള്ള ഒരുത്തനെ സംസ്കരിക്കൂലാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓനെ സ്വർഗത്ത് പോലുള്ള വകുപ്പ് അള്ള ഉണ്ടാക്കൂലാൻ. ശാഖാപരാണോ? ശാഖാപരാണോ? എനിക്കൊന്നും നോക്കി എല്ലാ ആണുങ്ങളും എന്നിട്ടൊന്ന് കയറ്റിപിടിക്കും. ഇനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കുത്ത് കിട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊക്കിളിന്റെ താഴെ, അതായത് അങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് വലിച്ച കുടല് പോരുന്ന സൈസ് ഒരു പ്രത്യേക കത്തിയായിരുന്നു ഈ ചെത്താൻ കുത്തിയത്. ആ കുടലിങ്ങോട്ട് വന്നിട്ട് ജീവിതത്തിൽ, അതായത് ചരിത്രം പറയാൻ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വായിലൂടെ വെള്ളമൊഴിച്ച കുടലിൽ കൂടെ പുറത്തേക്ക്. ഒന്ന് ചിന്തിച്ചു നോക്ക്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇനി ഞാനിത് ഈ വിഷയങ്ങളോട് പറയില്ലേ, ഇനി നിങ്ങൾക്ക് നന്നാൻ കഴിയില്ലേ? ആയിക്കോ. അള്ളാനെ കണ്ടുമുട്ടുന്നിടത്ത് ഞാൻ കുറ്റക്കാരനല്ല. ഖാലു മഅദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലക്കും യത്തഖൂൻ. എന്റെ ബാധ്യതയെ നിർവഹിച്ചു പടച്ചോനെ നിന്റെ തൂതർ പറയാൻ. വലഅല്ലക്കും യത്തഖൂൻ, ഇനി അവരെ സൂക്ഷിച്ചേക്കാം. അത്ര തന്നെ കേട്ടോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ച കുടലിന് പുറത്തേക്ക് അങ്ങനെ ജീവിച്ച ദിവസം മരിക്കാൻ കിടക്കുക. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. ഒരു സ്വകാര്യം കൈമാറാൻ, സ്വകാര്യമൊക്കെ കൈമാറി പ്രാർത്ഥിച്ച് ഈ ചെറുപ്പക്കാരൻ മടങ്ങിപ്പോകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങേ അവശൻ. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇവന്റെ നിര്യാണിയിലേക്ക് പതിച്ചു. അവന്റെ ഡ്രസ്സ് നിര്യാണിയുടെ താഴെ ഇറങ്ങിയിരിക്കുന്നു. കോപാകുലനാവിൽ ബേജാറായി വേങ്ങട് വിളിച്ച് കയറ്റിടുപ്പിച്ചു. ഇനി പറ, കുത്തുകിട്ടി മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജാഗ്രതയോടെ അവനെ തിരിച്ചു വിളിച്ച് നിര്യാണിയുടെ മേലെ കയറ്റിടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിര്യാണിയുടെ മുകളിൽ കയറ്റിടുക്കുന്നതിന് ഇനി ഇതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് എന്ത് തെളിവാണ്? ഇതിൽ കൂടുതൽ പറയാൻ കേരളത്തിൽ ഒരു മുജാഹിദ് പ്രസംഗികൻ നിങ്ങൾ എടുത്തതിന് വരികയില്ല. നന്നാകുന്ന ഇപ്പം നന്നായിക്കോളെ. എന്ത് അള്ള നോക്കൂലെന്നേ. 2 കൊല്ലം ഗൾഫിൽ ആദ്യമായിട്ട് പോയി, കടിഞ്ഞൂല് പോക്ക്. 2 കൊല്ലം കഴിഞ്ഞിട്ട് ആവേശത്തോടു കൂടി നാട്ടിലേക്ക് വരികയാണ്. ഈ ഉദാഹരണം മറക്കരുത് കേട്ടോ, ആയുസ്സിൽ മറക്കരുത്. അപ്പൊ വിളിച്ചു പറഞ്ഞു എല്ലാരോടും, ഭാര്യ കാണാത്ത കുഞ്ഞ്, പോകുമ്പോ ഭാര്യ ഗർഭിണിയാണ്, കാണാത്ത കുഞ്ഞ് അവർക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ്, കാർ വിളിക്കണം എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ വന്നു നോക്കുമ്പോ ആരും കൂട്ടാൻ വന്നില്ല. അപാര സങ്കടം ഉണ്ടാവൂലേ? വിളിച്ചിട്ടാരും ഫോണും എടുക്കുന്നില്ല. അങ്ങനെ ഒരു ടാക്സിയൊക്കെ വിളിച്ച് അപ്പൊ തന്നെ അയാൾക്ക് തോന്നി തിരിച്ചു പോയാൽ നന്നായിരുന്നു. ടാക്സിയൊക്കെ എടുത്ത് വീട്ടിൽ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോ വാതിലിങ്ങനെ ആരോ തുറന്നു. ഉമ്മ മിണ്ടുന്നില്ല, ഭാര്യ മിണ്ടുന്നില്ല, മക്കളും മിണ്ടുന്നില്ല. ഒരു മരിച്ച വീടിന്റെ പ്രതി. അയാളുടെ മനസ്സിന് എന്ത് വേദന ഉണ്ടാവൂലേ? 2 കൊല്ലം ആർക്ക് വേണ്ടി ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് 2 വലിയ പെട്ടി നിറയൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റക്കുട്ടി മൈൻഡക്കാനുള്ള വേദന ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട. നിസ്കരിച്ചു, നോമ്പ് വെച്ചു, പള്ളി പ്രസിഡന്റായി, സക്കാത്ത് കൊടുത്തു, എല്ലാ പ്രസംഗത്തിലും ഏറും കുത്തും കിട്ടി. നരാണിന്റെ തായ തുണി പോയതിന്റെ പേരിൽ അള്ളാന്റെ കോടതിയിൽ അള്ള മിണ്ടാത്തൊരവസ്ഥ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? എനിക്കിതിൽ കൂടുതൽ പ്രസംഗിക്കാനാണ്. എനിക്ക് അള്ളാഹു തന്ന കഴിവിന്റെ മാക്സിമം ഞാൻ ഈ കാര്യത്തിൽ ഉപയോഗിച്ചിട്ട് ഇനി വേണമെങ്കിൽ ചെയ്യും. താടി നീട്ടുക, നരേണ്ട മേലെ തുണി കൊടുക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളത് പോലെ ചെയ്യും. പടച്ചോനോട് ചോദിക്കും, ഒരു വേദി കിട്ടിയിട്ട് പറയേണ്ടത് പറഞ്ഞോ എന്ന് റബ്ബ് ചോദിക്കും. അത്ര ഉറപ്പിക്കുകയാണ് ഞാൻ ഈ കാര്യത്തിൽ. സഹോദര, ഇനിയെങ്കിലും ഇതിലൊരു മാറ്റം. ഇന്ന് ചെന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ റമദാനിൽ ഷാദുലി മസ്ജിദിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. സുമുഖനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, ഉസ്താദ് നിന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ഇല്ല മോനെ മനസ്സിലായില്ല. ഞാൻ ഷാദുലി പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ വെറുതെ ഒന്ന് നോക്കുമ്പോ നര്യാണിയുടെ മേലെ വെച്ച് സുന്ദരമായി അവന്റെ പാൻസ് കട്ട് ചെയ്തിരിക്കുന്നു. എന്നോട് പറഞ്ഞു, എന്റെ എല്ലാ പാൻസുകളും ഞാൻ പ്രസംഗത്തിന്റെ പിറ്റേന്ന് കൊണ്ട് കട്ട് ചെയ്തു. ഇനി ഒരിക്കലും നര്യാണ്ട താഴെ എന്റെ ഡ്രസ്സ് പോകില്ല. അങ്ങനെ ജീവിച്ച എത്ര യുവാക്കൾ. നിങ്ങളോട്, ഈ നാട്ടുകാരോട് സ്നേഹത്തോടുകൂടി പറയാം, യുവാക്കളോട് നമുക്ക് അള്ളയാണ്. നോക്കൂ എന്തൊക്കെയാണ് അല്ലാഹു പറഞ്ഞത്. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യമാരെക്കാൾ, അതേ പരസ്പരമുള്ള കുടുംബത്തെക്കാൾ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ കണ്ണിന് ആനന്ദം നൽകുന്ന നിങ്ങളുടെ ഭവനത്തെക്കാളും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി ഫതറബ്ബസൂ.
ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. ആയത്തിന്റെ അവസാനം എന്താ കൂട്ടി ഓതിയെന്നറിയോ? ആവർത്തിച്ചോതിയെന്നറിയോ? അതിന്റെ അകക്കാമ്പ് നെഞ്ഞത്ത് തട്ടിയിട്ട് ഊതിയതാണ്. അല്ലാഹ് പറയുന്നറിയോ? സ്വന്തം ബാപ്പാനേക്കാൾ, ഉമ്മാനേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, എല്ലാത്തിനേക്കാളും ഒരാൾക്കല്ലായിരിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ റബ്ബ് എന്റെ റസൂലിലൂടെ നരിയാണിന്റെ മേലെ എന്നോട് തുണി എടുക്കാൻ പറഞ്ഞു. ഇല്ല, ഒരിക്കലും എന്റെ ഡ്രസ്സിന് നരിയാണിയുടെ താഴത്താവില്ല. ഞാൻ കോടീശ്വരനാണ്, അഭിമാനിയാണ്, പള്ളി പ്രസിഡന്റാണ്, ഞാൻ തുണി അയച്ച ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന നടക്കുന്ന എനിക്കൊക്കെ ഒരേ അല്ലേ. പള്ളി പ്രസിഡന്റായ കണക്കും എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയക്കും എന്റെ 5 ഉറുപ്പിക്ക് അള്ളാന്റെ അടുത്ത് ഒരേ വില. അതുകൊണ്ട് ആദ്യത്തെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊള്ളി. ആദ്യത്തെ ഒഴിവാക്കിയിട്ട് പടച്ചവനിലേക്ക് തിരിച്ചു. മടക്കയാത്രക്കൊരുങ്ങുമ്പോ ഇന്ന് ജീവിതത്തിൽ